എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്നറിയില്ല, ഓരോ ദിവസവും വരുന്ന വാർത്തകൾ പറയുമ്പോൾ 2025 ആയിട്ടും നേരം വെളുക്കാത്ത കുറേ എണ്ണം, അല്ലാണ്ട് പിന്നെ എന്താ പറയുക ഇതിനൊക്കെ, അല്ലേ? കണ്ടില്ലേ, ഇപ്പോൾ വിജയ് തന്നെ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ കുറേ എണ്ണം വാലും പൊക്കി വന്നു. കുറേ എണ്ണം കേസ് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ വഴി പോട്ടെ. അതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അതേക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് മടുപ്പ് തോന്നും, പറയുന്ന നമുക്ക് തോന്നിയില്ലെങ്കിലും. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ വന്ന പുതിയൊരു വാർത്തയെന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ ആക്രമണത്തെക്കുറിച്ചിട്ടാണ്. ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഛത്തീസ്ഗഡിൽ സംഘപരിവാറിൻ്റെ കനത്ത ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ കുറേ എണ്ണം പറയും, നീ എണീച്ച് പൊടി ഡാഷ് മോളെ, നീ ഉണ്ടാക്കി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഇത് ഈ ഒരു വാർത്ത വന്നത് മീഡിയ വൺ ടി വിയിലാണ് വന്നത്. മീഡിയ വൺ ടി വിയിൽ ലൈവിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാർത്ത കേൾപ്പിച്ചു തരാം. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവരുടെ പ്രാർത്ഥനാ യോഗത്തിനു നേരെ സംഘപരിവാർ ആക്രമണം. ചർച്ച് ഓഫ് ഗോഡിന്റെ പരിപാടിക്ക് നേരെ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. വാഹനങ്ങളും കസേരകളും അടിച്ചു തകർത്തു. ഇന്നലെ റായ്പൂർ ടാറ്റിബഡ്ഡയിലാണ് സംഭവം ഉണ്ടായത്. മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇരുവിഭാഗങ്ങളും നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ സംഘപരിവാർ ആക്രമണം ഉണ്ടായത്. റായ്പൂരിലെ ശാന്തി ബന്ദിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രാർത്ഥനാ യോഗം നടന്നിരുന്ന ആ സ്ഥലത്തേക്ക് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇരച്ചെത്തുകയായിരുന്നു. ഇവർ മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അതിക്രമമാണ് അവിടെ നടത്തിയത്. കസേരകൾ അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ വിശ്വാസികൾ എത്തിയ കാറുകളും ബൈക്കുകളും ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല പ്രവർത്തകർ അടിച്ചു തകർക്കുകയുണ്ടായി. തുടർന്ന് പോലീസ് എത്തിയാണ് സംഭവം ഇതിൽ സമാധാനപരമാക്കിയത്. പിന്നാലെ ഇരു വിഭാഗങ്ങളും പരാതി നൽകിയിട്ടുണ്ട്. ഈ അതിക്രമത്തിനെതിരെയാണ് ഈ ചർച്ച് ഓഫ് ഗോഡ് അധികൃതർ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം മതപരിവർത്തനം നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ അക്രമം നടത്തിയ വിഭാഗക്കാർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും എഫ്ഐആർ ഇട്ടെങ്കിലും ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഈ ചർച്ച അധികൃതർ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള അതിക്രമം നമുക്കറിയാം, രാജ്യത്തെ വിവിധയിടങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ അതിക്രമം കൂടി വരുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ക്രൈസ്തവ സമൂഹവും അതുപോലെ തന്നെ ക്രൈസ്തവ സംഘടനകളും അതിർത്തിയും അതുപോലെ തന്നെ ഇതിനെ അപലപിച്ചും രംഗത്ത് വന്നിട്ട് എന്തായാലും ഛത്തീസ്ഗഡിലാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ഒരു സംഘപരിവാർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ വാർത്ത ഞാൻ പടച്ചുണ്ടാക്കിയതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് എന്ന് വെച്ചാൽ ഈ ഒരു വാർത്ത കാണിക്കാതെ അല്ലെങ്കിൽ കേൾപ്പിക്കാതെ പറയുകയാണെങ്കിൽ പറയും, ഓ ഇത് നീയല്ലേ പടച്ചിറക്കിയെന്ന് പറയും. അപ്പോൾ അത് കേൾക്കേണ്ട, അതിൻ്റെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് 2025 ആയിട്ടുണ്ട്. ഇനി എന്തിനാണ് നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വർഗീയതയൊക്കെ ഉണ്ടാക്കുന്നത്? മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രാർത്ഥനയെ തടസ്സം നിൽക്കേണ്ട ഒരു അവകാശവും നിങ്ങൾക്കില്ല. ഇത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 3 വിഭാഗം ആളുകളും, ഹിന്ദു, മുസ്ലിം, അതുപോലെ ക്രിസ്ത്യൻ, നമ്മൾ 3 മതവിഭാഗക്കാരും ഒരേപോലെ ജീവിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു രാജ്യത്തിൻ്റെ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ നമുക്ക് 3 പേർക്കും ആരാധനാലയങ്ങളുണ്ട്, പ്രത്യേകം ആരാധനാലയങ്ങളുണ്ട്. അവരവർക്ക് മാത്രമായിട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. പിന്നെ പരസ്പര വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്, സഹകരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നു. അത് ഇന്ത്യക്കകത്ത് മാത്രമേ ഇത്രയും ഇതായിട്ട് കാണത്തുള്ളൂ. പക്ഷേ പുട്ടിൻ്റെ ഇടയ്ക്ക് പീര ഇടുന്നത് പോലെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അത് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് അവർക്ക് അവരുടെ ആരാധനാലയത്തിൽ അവർക്ക് എന്താ പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ലേ? അവിടെ എന്തിനാണ് നിങ്ങളൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് കസേര അടിച്ച് തകർക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ശരിക്കും പറഞ്ഞാലുണ്ടെങ്കിൽ ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലത്തൊക്കെ വിദ്യാഭ്യാസം തീരെ കുറവാണ്. സത്യം,
വിദ്യാഭ്യാസം തീരെ കുറവാണ്. കേരളത്തിലെ പോലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ കഴുതകൾക്കൊന്നും ഇല്ല. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ കൈക്കരുത്താണ് കൂടുതലായിട്ട് ഇവർ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ധാർഷ്ട്യമാണ് ഇവർ അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഭരണഘടന ഇതിനെ ശക്തമായിട്ട് ഇടപെടണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളയിൽ നുള്ളേണ്ട കാര്യങ്ങളൊക്കെ മുളയിൽ നുള്ളിൽ തന്നെ വിടണം. അല്ലാണ്ട് കതിരുമേൽ ചെന്നിട്ട് വളം വയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉപയോഗവും ഉണ്ടാവില്ല. അപ്പോൾ അടയ്ക്കയാണെങ്കിൽ, ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത്, അടയ്ക്കയാണെങ്കിൽ നമുക്ക് മടിയിൽ വെച്ച് നടക്കാം, അടയ്ക്കാമരമായി കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടിയും ഒരേ സന്തോഷത്തോടു കൂടിയും ജീവിക്കേണ്ടതിന് പകരം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു ചോദ്യമാണ്, എത്രയോ സ്ഥലത്ത് അപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് വിട്ടുപോയി, അവിടെ പുരയിടം JCBക്ക് തോണ്ടിയ സമയത്തിന് അവിടെ ഒരു ശിവലിംഗവും ഒരു ദേവിയുടേതെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ഒരു ബിംബവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ സോപാനപ്പടികളോ അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയത് ഒരു ക്രിസ്ത്യൻസിൻ്റെ ഒരു പുരയിടത്തിൽ നിന്നായിരുന്നു ഇത് കിട്ടിയത്. അവിടെ വെച്ച് തന്നെ ആ ഒരു ശിവലിംഗം അപ്പം തന്നെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ആ ദേവിയുടേതെന്ന് സങ്കല്പിക്കുന്ന ആ ഒരു ശിലയും വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ വെച്ച് മാലയൊക്കെ ഇട്ടിട്ട് വിളക്ക് കൊളുത്തിയ ആ ഒരു രീതി നമ്മൾ കണ്ടതാണ്, നമ്മൾ എല്ലാ ന്യൂസുകളിലൂടെ കണ്ടതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. അത് നടന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ ഈ മണ്ടന്മാരെ പോലെ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമുള്ള ആളുകളൊന്നുമില്ല, അപൂർവം ചിലരൊക്കെ ഉള്ളൂ. അത് എന്തെങ്കിലും വായാലേ ഇരുന്നുണ്ട് അപ്പി ബൈജുവിനെ പോലെ എന്തെങ്കിലും ഇരുന്നുകൊണ്ട് പറയും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതുപോലെയല്ല ഈ ഛത്തീസ്ഗഡിലേക്ക് ചെന്ന് അവർ നേരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്, കസേരയൊക്കെ വാരി വിതറി എറിഞ്ഞ് ഒക്കെ. ശരിക്കും ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അവിടെ ചെറിയ കുട്ടികളുണ്ടാവും, പ്രായം ചെന്ന മാതാപിതാക്കളുണ്ടാവും, ഗർഭിണികളായ സ്ത്രീകളുണ്ടാവാം. ഇവരൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അവർക്കൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ഞാൻ ഇപ്പോഴും വീണ്ടും പറഞ്ഞത്, ഒരു ക്രിസ്ത്യൻസിൻ്റെ പെരേടത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ ശിവലിംഗം കിട്ടി എന്ന് പറയുന്ന സമയത്തിന് നിങ്ങൾ അവിടെ വച്ച് തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ ഒരു മാലയൊക്കെ ഇട്ടിട്ട് വിളക്ക് കത്തിച്ചതിൻ്റെയൊക്കെ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. അത് വല്ലാതെ വൈറലായതുമാണ്. അപ്പോൾ അവിടെ ആ ഒരു ക്രിസ്ത്യൻസ് അതിനുള്ള അനുമതി നിങ്ങൾക്ക് നൽകി അല്ലേ? നിങ്ങൾക്ക് അവിടെ അതിനുള്ള അനുമതി അവർ നൽകിയിട്ടുണ്ടായിരുന്നു. അത് നടന്നത് കേരളത്തിലാണോ എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അവിടെ ഛത്തീസ്ഗഡിൽ എന്തിനാണ് അവരുടെ പ്രാർത്ഥനാ യോഗം വന്ന് തടസ്സപ്പെടുത്തിയിട്ട് അവർ മതപരിവർത്തനം നടത്തുന്നു അത്രേ. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ? അതിന് നിങ്ങൾ ആരാണ് ചോദ്യം ചെയ്യാനായിട്ട്? നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. ഇപ്പോൾ ക്രിസ്ത്യൻസ് അവരുടെ കാര്യം നോക്കി ജീവിക്കുക, മുസ്ലിങ്ങൾ അവരുടെ കാര്യം നോക്കി ജീവിക്കുക, ഹൈന്ദവർ അവരുടെ കാര്യം നോക്കി ജീവിക്കുക. ഇതിൻ്റെ ഇടയിൽ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ, ഐക്യതയുണ്ടെങ്കിൽ എന്താണ് ഏതാണ് എന്ന് അന്വേഷിക്കുക. എന്നല്ലാതെ ചുമ്മാ മുഖത്തോട് നോക്കുമ്പോൾ കടിച്ച് കീറാനായിട്ട് നിൽക്കുന്ന ആ ഒരു രീതി അത് വളരെ ദോഷം ചെയ്യുക മാത്രമേ ചെയ്യൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ പരിശോധനയ്ക്കിരിക്കുന്ന ഡോക്ടറുടെ പേര് ഹുസൈൻ എന്നോ അതുപോലെ തന്നെ കോശി എന്നോ അല്ലെങ്കിൽ തങ്കപ്പൻ എന്നോ ആണെങ്കിൽ നിങ്ങൾ ചികിത്സ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോവോ? ഞങ്ങളുടെ സമുദായത്തിലുള്ള ഡോക്ടർ മാത്രം ചികിത്സിച്ചാൽ മതിയെന്ന് നിങ്ങൾ ആരെങ്കിലും പറയാൻ കൂട്ടാക്കോ? ഇല്ലല്ലോ, ഒരിക്കലും കൂട്ടാക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ബസ്സിൽ കയറുകയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീ പർദ്ദയിട്ടതാണെങ്കിലോ ചട്ടേമുണ്ട് ഉടുത്ത സ്ത്രീ ആണെങ്കിലോ അല്ലെങ്കിൽ സെറ്റുമുണ്ട് ഉടുത്ത സ്ത്രീ ആണെങ്കിലോ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ തൊട്ടടുത്തിരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുമോ? അങ്ങനെയൊന്നുമില്ലല്ലോ, നിങ്ങൾ അടുത്തിരിക്കുക തന്നെ ചെയ്യും അല്ലേ? അപ്പോൾ അവിടെയൊന്നും മതം വരുന്നില്ല. അത് കണക്ക് തന്നെ നമുക്കൊരു ആവശ്യം വന്നിട്ട് നമ്മൾ ബ്ലഡ് ഡോണറെ സ്വീകരിക്കുകയാണെങ്കിൽ ബ്ലഡ് തരാനായിട്ട് വന്ന ആളിൻ്റെ ജാതിയോ മതമോ ആരെങ്കിലും നോക്കൂ? ഇല്ലല്ലോ, അവിടെയും നോക്കുന്നില്ല. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നു. ഇന്നിപ്പോൾ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്രയും മുസ്ലിം വിരോധം കാണിക്കുന്ന ആളുകളോട് എനിക്ക് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ. അതായത് ഒരു ജില്ലയിൽ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ബ്രാഹ്മൺസ് ഹോട്ടലുണ്ട്? ഓർത്ത് നോക്കൂ, എത്ര ബ്രാഹ്മൺസ് ഹോട്ടലുണ്ട്, എത്ര ഹിന്ദുക്കളുടെ ഹോട്ടലുകളും കടകളും ഉണ്ട്? ആരും തർക്കിക്കേണ്ട കാര്യമില്ല. അതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ കടകളും സ്ഥാപനങ്ങളും തന്നെയാണുള്ളത് നമ്മുടെ കേരളത്തിൽ. അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കുള്ള, അതിനുശേഷം മാത്രമേ ഹിന്ദുക്കളുടേതായിട്ട് ഉള്ളൂ.
എന്ന് വെച്ചാൽ അതിനർത്ഥം ഹിന്ദുക്കൾ ദാരിദ്ര്യവാസികളാണെന്നൊന്നുമല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവനും കുറ്റം പറയും, തുപ്പിയ ഭക്ഷണം, തുപ്പൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ബെറ്ററായിട്ട് പോയി ചിക്കൻ ബിരിയാണിയും മന്തിയൊക്കെ കഴിക്കുന്നത് ഹിന്ദുക്കളുടെ സ്ഥാപനത്തിൽ മന്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ വളരെ റെയറായിട്ട് മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് മന്തി വേണം, ബിരിയാണി വേണം, പൊറോട്ട വേണം, ഊത്തപ്പം വേണം, എല്ലാം നിങ്ങൾക്ക് വേണം. എന്നിട്ട് എല്ലാം മേടിച്ച് മൂക്കുമുട്ടെ തിന്നിട്ട് പറയും തുപ്പിയതാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു അവരധിക്ഷേപിക്കും. എന്തിനാ ഇങ്ങനെ? നമ്മളെല്ലാവരും സഹോദരങ്ങളാണെന്ന് കരുതിയാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ, അത്രയേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കരുതാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഒരു കൂട്ടം ആളുകൾ ഇടതുവശം മുണ്ടെടുക്കുമ്പോൾ മറുകൂട്ടം ആളുകൾ വലതുവശം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പറഞ്ഞാൽ ആർക്കും പ്രത്യേക മേന്മകളൊന്നും ഈശ്വരൻ്റെ മുന്നിലില്ല. എല്ലാവരും സമന്മാർ തന്നെയാണ് ഈശ്വരൻ്റെ മുന്നിൽ. അത് മനസ്സിലാക്കുക. അതുപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സംഘപരിവാറിലുള്ള ആളുകളെ എല്ലാവരുടെയും കാര്യമൊന്നുമല്ല. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ പരിസരത്ത് സംഘപരിവാറിലെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് BJP പ്രവർത്തകരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതുപോലെ കോൺഗ്രസ്സുകാരുണ്ട്. ഇവരെല്ലാവരും കൂടി മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും വർഗീയത പറയാറില്ല, ആരും പരസ്പരം വർഗീയത പറയാറില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. രണ്ട് പറയാനും, ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും BJPക്ക് രണ്ടോ മൂന്നോ തവണ വോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ, എൻ്റെ ഈ 41 വയസ്സിനകത്ത്. എന്ന് കരുതിയിട്ട് എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഈ സ്വഭാവം എന്നത് അത് ഒരു വ്യക്തിക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതാണ് അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്ന് കരുതിയിട്ട് RSSകാർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും സൂപ്പർ 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 എന്ന് പറയൂ? ഞാൻ പറയില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എന്ന് കരുതിയിട്ട് നമ്മൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളേ അല്ല. എൻ്റെ ഫാമിലിയിൽ ആരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ഒരൊറ്റ മനുഷ്യരും പോലും ഇല്ല. നമ്മൾ എല്ലാവരും ഇലക്ഷൻ വരും, പോവും, വോട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റെന്നേ പറയാൻ പറ്റൂ. അതൊരിക്കലും ഒരു തെറ്റിനെ നമ്മൾ 1000 വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും ആ തെറ്റൊരിക്കലും ശരിയാവില്ല. ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നും, അത് മറ്റുള്ള മനുഷ്യർക്കുണ്ടാവുന്ന വെറും തോന്നൽ മാത്രമാണ് എന്നല്ലാതെ തെറ്റ് ശരിയാവില്ല ഒരിക്കലും. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് എനിക്ക് പറയാനുള്ളത് സംഘപരിവാറിലെ നേതാക്കന്മാരോടാണ്. നിങ്ങളൊക്കെ ഇതുപോലെയുള്ള കുറച്ച് ആളുകളെയൊക്കെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളോടുള്ള മറ്റുള്ളവർക്കുള്ള, അതായത് നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട്, അവർക്ക് കൂടി നിങ്ങളോടുള്ള ആ ഒരു മമത പോകുമെന്ന് വെച്ചാൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിന് പോലും ആളുകൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും. കാരണം മറ്റുള്ളവർക്ക് ഭയം തോന്നും. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് കൈകോർത്ത് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ഇന്ത്യ മഹാരാജ്യമാണ് എൻ്റെ സ്വപ്നങ്ങളിലുള്ളത്. ഞാൻ എൻ്റെ മരണം വരെയും അങ്ങനെ തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു ഭേദവുമില്ല. നമ്മളെന്നും ഒറ്റക്കെട്ടായിട്ടിരിക്കും, സന്തോഷത്തോടെ കഴിയും. അതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുകയും കാണുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടെൻഷനുണ്ട്, നല്ല വിഷമമുണ്ട്. ഓരോ ദിവസവും നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എത്രത്തോളം താഴേക്ക് പോകുന്നു എന്നോർക്കുമ്പോൾ നല്ലൊരു വിഷമമുണ്ട്, മനസ്സിൽ നല്ലൊരു പുകച്ചിലുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്നെ ആരും വന്ന് ചാണകമൊന്നും സംഗീതമൊന്നും വിളിക്കാനായിട്ടൊന്നും നിൽക്കേണ്ട. സത്യം പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. എന്ന് കരുതിയിട്ട് എന്നെ ആരും ചാണകമൊന്നും വിളിച്ചിട്ട് സംസാരിക്കാൻ വരരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ
സത്യം മാത്രമേ. ഇനിയിപ്പോൾ അത് ഏത് ഇതായാലും ഞാൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് മതം കൊണ്ട് മതമായാലും രാഷ്ട്രീയമായാലും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. ഓക്കെ, ഞാനല്ലാതെ എനിക്ക് അയ്യോ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല. വോട്ടിടാൻ പോയാൽ സന്തോഷം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവരവരുടെ മടിയിൽ കനമുണ്ടെങ്കിൽ അവരവർക്ക് ജീവിക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ ചെന്ന ആർക്കെങ്കിലും കുത്തി വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തേങ്ങയും കിട്ടാനില്ല. അവരവർക്കുണ്ടോ അവരവർക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. എന്തായാലും ഈ വീഡിയോ എല്ലാവരും കേൾക്കുക. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളെ വായിക്കുമ്പോഴായിരിക്കും എനിക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. നമ്മൾ ഓരോ വീഡിയോ ചെയ്യും തോറും അത് 100% നമ്മുടെ ഭാഗത്തു നിന്ന് ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീണുവെന്നിരിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കി തിരുത്തി പോകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.